മഴയുടെ ശക്തി കുറഞ്ഞുവെങ്കിലും മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളമൊഴുക്കുന്നത് മൂന്നാം ദിനവും തുടരുന്നു. 13 സ്പിൽവേ ഷട്ടറുകളിലൂടെ 300 ഘനയടി വെള്ളമാണ് പെരിയാറിലേക്ക് ഒഴുക്കുന്നത്. ഇന്നു മുതൽ പുതിയ റൂൾ കർവ് നിലവിൽ വന്നു. 136.30 അടി വെള്ളം മുല്ലപ്പെരിയാറിൽ നിലനിർത്താം. ഇന്നലെ വരെ 136 അടിയായിരുന്നു പരമാവധി സംഭരണശേഷി. 2500 ഘനയടി വെള്ളം മുല്ലപ്പെരിയാറിലേക്ക് ഒഴുക്കുന്നുണ്ട്. 2100 ഘനയടി വെള്ളമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത്. പെരിയാർ തീരത്ത് ജാഗ്രത തുടരുകയാണ്. രാഹുൽ സുരേഷ് ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും പുതിയ അവസ്ഥ എന്താണ്? ഗുഡ് മോർണിംഗ് റോഷ്നി. കഴിഞ്ഞ 2 ദിവസമായി ഇടുക്കിയിൽ മഴയില്ല. മഴ മാറി നിൽക്കുകയാണ് എന്ന് തന്നെ പറയാം. പക്ഷേ മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് താഴുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ 136.40 മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് എന്ന് പറയുന്നത്. തുടർച്ചയായ 3-ാം ദിനവും പുറത്തേക്ക് വെള്ളം ഒഴുക്കുന്നത് തുടരുകയാണ്. 13 സ്പിൽവേ ഷട്ടറുകളാണ് ആദ്യ ദിവസം തുറന്നതെങ്കിൽ ഇപ്പോഴും അത് തുടരുകയാണ്. 300 ഘനയടി വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കിയിരിക്കുന്നു. അതേസമയം ഇന്നു മുതൽ പുതിയ റൂൾ കർവ് നിലവിൽ വന്നിരിക്കുകയാണ്. 136.30 അടി വെള്ളം ഇന്നു മുതൽ മുല്ലപ്പെരിയാറിൽ നിലനിർത്താം. ഇന്നലെ വരെ അത് 136 അടിയായിരുന്നു പരമാവധി സംഭരണശേഷി എന്ന് പറയുന്നത്. 2500 ഘനയടി വെള്ളമാണ് ഓരോ സെക്കൻഡിലും മുല്ലപ്പെരിയാറിലേക്ക് ഒഴുകിയെത്തുന്നത്. അതേസമയം 2100 ഘനയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഈ പെരിയാർ തീരത്ത് ജാഗ്രത തുടരുകയും ചെയ്യുകയാണ്. ആദ്യ ദിവസം നമ്മൾ കണ്ട പോലെ തന്നെ പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. അതുകൊണ്ട് ആളുകൾക്ക് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ജാഗ്രതയോട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യണം. ഇന്നും നാളെയൊക്കെ മഴ മാറി നിൽക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് കാര്യമായി ഇനി ഈ ജലനിരപ്പ് ഉയരാൻ സാധ്യതയില്ല. പക്ഷേ ഇപ്പോഴത്തെ ജലനിരപ്പ് കുറയാതെ അങ്ങനെ തന്നെ നിൽക്കുകയുമാണ് റോഷ്നി. ഓക്കെ, രാഹുൽ സുരേഷാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നൽകിയത്.